നമസ്കാരം. ഓരോ വ്യക്തികൾക്ക് ശുഭകരവും അശുഭകരവുമായ സമയങ്ങൾ അഥവാ നല്ല കാലവും മോശം സമയവും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇരു കാര്യങ്ങളും ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. എന്നാൽ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് പ്രകടമായ സൂചനകൾ ലഭിക്കുന്നു എന്നതാണ് വാസ്തവം. അത് ഈശ്വരനായി പ്രകൃതിയായി നിങ്ങൾക്ക് നൽകുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഞാൻ ഈ പരാമർശിക്കുന്നതായ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നു എങ്കിൽ, സംഭവിക്കുന്നു എങ്കിൽ, അത് മരണതുല്യമായ ദുഃഖങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉറപ്പിക്കാം ആ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അത് മരണവുമായി ബന്ധപ്പെട്ടുമാകാം. അതിനാൽ കാലനുമായി ബന്ധപ്പെട്ട് തന്നെ അഥവാ യമദേവനുമായി ബന്ധപ്പെട്ട് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. നെടുലാൻ എന്ന പക്ഷിയെക്കുറിച്ച് പലർക്കും അറിയാം. നെടുലാൻ കൂവുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാം. വളരെ വേണ്ടപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ മറ്റു വ്യക്തികളോ ആകാം. അത്തരം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട മരണതുല്യമായ ദുഃഖങ്ങൾ അല്ലെങ്കിൽ മരണം തന്നെ കേൾക്കുവാൻ സാധിക്കും എന്നാണ് പറയുക. അതിനാൽ ഈ ഒരു ലക്ഷണം ദോഷകരമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഇപ്രകാരം കേട്ടിട്ടുണ്ട് എങ്കിൽ അതൊരു മരണവാർത്ത കേൾക്കുന്നതിന് മുന്നോടിയായി ലഭിക്കുന്നതായ ഒരു സൂചന തന്നെയാണ്. നായ അസമയത്ത് ഓരിയിടുന്നതായി കേൾക്കുന്നതാണ്. ഇത് ഒരു തവണയല്ല, പല ആവർത്തി ഇപ്രകാരം സംഭവിക്കുന്നു. അത് പ്രത്യേകിച്ചും കറുത്ത നായയാണ് എങ്കിൽ അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കേൾക്കേണ്ടതായി വരും എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അല്ലെങ്കിൽ ചില വിഷമകരമായ സാഹചര്യങ്ങൾ, വളരെയധികം വിഷമം നൽകുന്നതായ ചില കാര്യങ്ങൾ, തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ കാര്യങ്ങൾ അല്പം കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഉപ്പൻ ഏറ്റവും ശുഭകരമായ പക്ഷികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന പക്ഷിയാണ്. ഉപ്പൻ വീടുകളിൽ വരുന്നത് പോലും ആ വീടുകളിൽ സാക്ഷാൽ മഹാലക്ഷ്മി, ലക്ഷ്മി നാരായണ കടാക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ് വാസ്തവം. എന്നാൽ ഉപ്പൻ നിങ്ങളുടെ വീടുകളിൽ മരിച്ചു കിടക്കുന്നതായി കാണുകയാണ് എങ്കിൽ, നിങ്ങളുടെ പറമ്പിൽ ഇപ്രകാരം കാണുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലും തിരിച്ചടികൾ അല്ലെങ്കിൽ മരണതുല്യമായ ദുഃഖങ്ങൾ, മരണവാർത്ത കേൾക്കുക, അത്തരം ചില രോഗദുരിതങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അല്ലെങ്കിൽ അത്തരം ചില സൂചനകളാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അതിനാൽ ചില അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ജീവിതത്തിലേക്ക്, വിഷമകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യത ഒരല്പം കൂടുതലാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി പൂച്ചകൾ വരാറുണ്ടാകാം. എന്നാൽ ഒരു അവസരത്തിൽ വീട്ടിൽ വളരെ അടുപ്പമുള്ള പൂച്ചയാണ് എങ്കിൽ പോലും വരാത്തതായ സാഹചര്യമാണ് ഉണ്ടാവുക. വീട്ടിലേക്ക് വരില്ല അഥവാ കടക്കില്ല എന്നതാണ് വാസ്തവം. നിങ്ങളുടെ അതിർത്തിക്ക് ഇപ്പുറത്തേക്ക് കടക്കാത്തതായ സാഹചര്യമാണ് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് പോലും അത്ഭുതമായി തോന്നാം, വിഷമമായി തോന്നാം. എന്നാൽ പൂച്ചകൾ വീട്ടിലേക്ക് പ്രവേശിക്കാത്തതായ സാഹചര്യം വന്നു ചേരാം. ഇപ്രകാരം സംഭവിക്കുന്നത് ചില ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായി പരാമർശിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സ് വല്ലാതെ വിഷമിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പ്രതീക്ഷിക്കുന്നത് പോലെ സംഭവിക്കാത്തതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ധനനഷ്ടമോ മറ്റ് നഷ്ടങ്ങളോ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ജീവിതത്തിൽ സംഭവിക്കുക. മറ്റൊന്ന് കാക്കയാണ്. കാക്കയുമായി ബന്ധപ്പെട്ട് പലവിധ ലക്ഷണങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും.
കാക്ക വീടുകളിൽ വരുന്നത് ശുഭകരമാണ് എങ്കിൽ പോലും ചില ലക്ഷണങ്ങൾ കാക്ക പ്രകടമാക്കുകയാണ് എങ്കിൽ അത് തിരിച്ചടികളുടെ സൂചനയാണ്. അതിൽ ആദ്യത്തേതായ ലക്ഷണം അസമയത്ത് കാക്കകൾ കരയുന്നു എന്നുള്ളതാണ്. രാത്രി സമയങ്ങളിൽ കരയുന്നു. അത് പല ആവർത്തി സംഭവിക്കുന്നു എങ്കിൽ ശുഭകരമല്ല. എന്നാൽ കാക്ക കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീടിന് ചുറ്റും പറക്കുകയാണ് എങ്കിൽ, വട്ടമിട്ട് പറക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ദോഷകരമായ കാര്യമാണ്. അതൊരു ദിവസമല്ല, പല ദിവസങ്ങളിൽ ആവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലും ദോഷകരമായ സാഹചര്യങ്ങൾ, തിരിച്ചടികൾ, വിഷമകരമായ കാര്യങ്ങൾ, അത് ധനപരമായോ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ വന്നു ചേരാം. രോഗദുരിതങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമകരമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. മറ്റൊരു ലക്ഷണം കാക്കയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുന്നത് കാക്ക കുളിക്കുന്നതായി കാണുകയാണ്. ഇപ്രകാരം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു എങ്കിൽ, എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് പുല കുളിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. പുല കുളിക്കേണ്ടതായ സാഹചര്യം ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. ഏറ്റവും ദോഷകരമായ സൂചനകളിൽ അശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. വവ്വാൽ. പല വീടുകളിലും വവ്വാലിൻ്റെ സാന്നിധ്യമുണ്ട്. വവ്വാലിൻ്റെ സാന്നിധ്യം വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് ഏറ്റവും ദോഷകരമായാണ് കണക്കാക്കുന്നത്. നെഗറ്റീവായ ഊർജങ്ങൾ, നെഗറ്റീവായ ശക്തികൾ ആ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അത്തരം വീടുകളിൽ പ്രതീക്ഷിക്കുന്ന ഉയർച്ച വന്നു ചേരണം എന്നില്ല. സന്തോഷം കുറയുന്നതാണ്. രോഗദുരിതങ്ങൾ പല കാര്യങ്ങൾ കൊണ്ടും ജീവിതത്തിൽ ബാധിക്കുന്നതാണ്. ഒന്നിനു പുറകെ ഒന്ന് എന്ന രീതിയിൽ വിഷമങ്ങൾ വന്നു ചേരാം. കൂടാതെ മരണതുല്യമായ ദുഃഖങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ അധികമായി ഇപ്രകാരം കാണുന്നു എങ്കിൽ മരണമടുത്തു എന്ന സൂചനയും, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട രോഗദുരിതങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്നും അർത്ഥമാക്കാം. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവായ ആ ഊർജങ്ങളെ ഒഴിവാക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മൂങ്ങ. മൂങ്ങ ഏറ്റവും ശുഭകരമായ പക്ഷികളിൽ ഒന്നാണ്. എന്നാൽ അശുഭകരമായി കണക്കാക്കുന്നത് രാത്രി സമയങ്ങളിൽ കാണുന്നു എന്നുള്ളതാണ്. രാത്രി സമയങ്ങളിൽ കാണുകയാണ് എങ്കിൽ ആ വീടുകളിൽ നെഗറ്റീവ് ഊർജം വർദ്ധിച്ചിരിക്കുന്നതിൻ്റെ സൂചനയായി പരാമർശിക്കാം. മൂദേവി സാന്നിധ്യം വർദ്ധിച്ചിരിക്കുന്നതിനാൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ നഷ്ടമാകുന്നതിൻ്റെ സൂചനയായും, ആ വീടുകളിൽ സാമ്പത്തികമോ അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് പല വിധത്തിലും ദുരിതത്തിലേക്ക് നയിക്കാവുന്ന പ്രശ്നങ്ങൾ, അത് സമ്പത്തുമായി ബന്ധപ്പെട്ടാകാം, പണവുമായി ബന്ധപ്പെട്ടാകാം, രോഗദുരിതങ്ങളാകാം, പല വിധത്തിലുള്ള തിരിച്ചടികളാകാം, ഇത്തരത്തിൽ പല കാര്യങ്ങൾ ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. രോഗാവസ്ഥ മൂർച്ഛിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരം ചില കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരാം. അതിനാൽ മൂങ്ങയെ രാത്രി സമയങ്ങളിൽ കാണുകയാണ് എങ്കിൽ അശുഭകരമാണ്. എന്നാൽ പകൽ സമയങ്ങളിൽ കാണുകയാണ് എങ്കിൽ ആ വീടുകളിൽ സാക്ഷാൽ മഹാലക്ഷ്മി പ്രവേശിച്ചു എന്നും ആ വീടുകളിൽ ഉയർച്ച, സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം. പ്രാവ് വീടുകളിൽ വരുന്നത് ശുഭകരമാണ്. എന്നാൽ പ്രാവിൻ്റെ കണ്ണുനീർ നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ വീഴുകയാണ് എങ്കിൽ അത് ഏറ്റവും ദോഷകരമായി കണക്കാക്കുന്നു. ആ വീടുകൾക്ക് പല വിധത്തിലും നഷ്ടങ്ങൾ, തിരിച്ചടികൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന സൂചനയാണ്. രോഗദുരിതങ്ങൾ ആ വീടുകളിലെ വ്യക്തികളെ ബാധിക്കാം. രോഗദുരിതങ്ങളാൽ വിഷമങ്ങൾ വന്നു ചേരാം. പല വിധത്തിലും പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന സൂചനയാണ്. അതിനാൽ തീർച്ചയായും ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് സാക്ഷാൽ പരമശിവനെ ഭജിക്കുക എന്നതാണ്. പരമശിവനെ നിത്യവും ഭജിക്കുകയും പ്രത്യേകിച്ചും മഹാമൃത്യുഞ്ജയ മന്ത്രം നിത്യവും 108 ജപിക്കണം. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കണം.
കൂടാതെ കുടുംബക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തണം. കുടുംബക്ഷേത്രത്തിൽ തലയ്ക്കുടിഞ്ഞ് നാണയം സമർപ്പിക്കുന്നതും കുടുംബക്ഷേത്രത്തിലെ നമ്പർ അല്ലെങ്കിൽ ബന്ധപ്പെടാനുള്ള ആ നമ്പർ വാങ്ങി എല്ലാ മാസവും കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ അർച്ചന നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരു ചെറിയ ഭാഗം, അത് 10 രൂപയാണ് എങ്കിലും കുടുംബക്ഷേത്രത്തിൽ എല്ലാ മാസവും സമർപ്പിക്കുന്നതോ മാറ്റിവയ്ക്കുന്നതോ ശുഭകരമാണ്. തീർച്ചയായും ആ വീടുകളിലെ രോഗദുരിതങ്ങൾ, കഷ്ടതകൾ ഒരു പരിധിവരെ അകലുന്നതുമാണ്.